കൊല്ലത്ത് സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട സ്ത്രീ രക്ഷപ്പെട്ടത് തലനാരിടയ്ക്ക്. കൊല്ലം പാരിപ്പള്ളി അമ്മാരത്ത് മുക്കിലാണ് സംഭവം. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ഇവർ ബസ്സിന് മുന്നിൽ പെടുകയായിരുന്നു. ബസ് ഇടിച്ച് ഇവർ ബസ്സിന് അടിയിൽ പെടുകയായിരുന്നു. കൊല്ലത്ത് നടന്ന അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. യുവതി അത്ഭുതകരമായി തന്നെയാണ് രക്ഷപ്പെട്ടത്. ഈ ഒരു യുവതിയെ ബസ് ഇടിച്ചിട്ടതിന് ശേഷവും യുവതി രക്ഷപ്പെടുന്ന തലനാരിടയ്ക്ക് തന്നെയാണ് രക്ഷപ്പെട്ടത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. കൊല്ലം പാരിപ്പള്ളി അമ്മാരത്ത് മുക്കിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് ഈ ഒരു യുവതി ബസ്സിന് മുന്നിൽ പെട്ടത്. ബസ് ഇടിച്ച് ഇവർ ബസ്സിന് അടിയിൽ പെടുകയായിരുന്നു. എന്നാൽ തലനാരിടയ്ക്കാണ് ഇവർ രക്ഷപ്പെട്ടത്. ഉച്ചകോടി വേദിയിലേക്ക് നടന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഉദയഭാനു ചിബ് അറസ്റ്റിൽ. ഷർട്ട് ധരിക്കാതെയായിരുന്നു പ്രതിഷേധം നടത്തിയത്. 15 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഉദയഭാനു ചോദ്യം ചെയ്യലിൽ സഹകരിച്ചില്ല എന്നും ചിബിനെതിരെ തെളിവുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. കേസിൽ ഇതുവരെ 8 പേർ അറസ്റ്റിലായി. വ്യാപാര കരാറിൽ ഇന്ത്യ അമേരിക്കയ്ക്ക് കീഴടങ്ങിയെന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഉച്ചകോടി വേദിയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഡൽഹിയിൽ നടന്ന ഉച്ചകോടി വേദിയിലേക്ക് നടന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ ഉദയഭാനു ചിബ് അറസ്റ്റിലായിരിക്കുകയാണ്. ഷർട്ട് ധരിക്കാതെയായിരുന്നു ഈ ഒരു പ്രതിഷേധം നടത്തിയത്. 15 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉദയഭാനു ചിബ് ചോദ്യം ചെയ്യലിൽ സഹകരിച്ചില്ല എന്നും ചിബിനെതിരെ തെളിവുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുകയുണ്ടായി. കേസിൽ ഇതുവരെ 8 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. വ്യാപാര കരാറിൽ ഇന്ത്യ അമേരിക്കയ്ക്ക് കീഴടങ്ങിയെന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഉച്ചകോടി വേദിയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയത്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ ഹർജിയിൽ ഹൈക്കോടതി വിശദീകരണം തേടി. ഒരാഴ്ചയ്ക്കകം പ്രോസിക്യൂഷൻ മറുപടി നൽകണം. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ വിധിയും ശിക്ഷാവിധിയും സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും അപേക്ഷ കോടതി തള്ളുകയായിരുന്നു. പിന്നാലെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ജൂനിയർ അഭിഭാഷകനായിരുന്ന കാലത്ത് മയക്കുമരുന്ന് കേസിൽ വിദേശ പൗരനെ രക്ഷിക്കാൻ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടിയെന്ന കേസിലാണ് മുൻ മന്ത്രിയും MLAയുമായിരുന്ന ആന്റണി രാജുവിനെ കോടതി 3 വർഷത്തെ തടവിന് ശിക്ഷിച്ചത്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ആന്റണി രാജുവിന്റെ ഹർജിയിൽ ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കകം പ്രോസിക്യൂഷൻ മറുപടി നൽകണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ വിധിയും ശിക്ഷാവിധിയും സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും അപേക്ഷ കോടതി തള്ളുകയായിരുന്നു. പിന്നാലെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ജൂനിയർ അഭിഭാഷകനായിരുന്ന കാലത്ത് മയക്കുമരുന്ന് കേസിൽ വിദേശ പൗരനെ രക്ഷിക്കാൻ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടിയെന്ന കേസിലാണ് ആന്റണി രാജുവിനെ കോടതി 3 വർഷത്തെ തടവിന് ശിക്ഷിച്ചത്.